ഒരു ചോദ്യം. നാളെ രാവിലെ നിങ്ങളുടെ ജോലി പോയാൽ 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വേറൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയുമോ? ഒരു 6 വർഷങ്ങൾക്ക് മുമ്പ് ആരെങ്കിലും എന്നോട് ഈ ചോദ്യം ചോദിച്ചിരുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ ഉത്തരം ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ മുഴുവൻ ഇൻകമും ഒരൊറ്റ സാലറി മാത്രമായിരുന്നു ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. എനിക്ക് ഞാൻ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് അല്ലാതെ വേറൊരു സ്കില്ലും ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി. മണി ലവ്സ് സ്പീഡ്. പണം ഉണ്ടാക്കുന്ന സ്പീഡിനെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത്, നമ്മൾ ആക്ഷൻ എടുക്കുന്ന സ്പീഡിനെ പറ്റിയിട്ടാണ്. അത് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ വെയിറ്റ് ചെയ്യുന്നത് നിർത്തി. ഞാൻ പുതിയ സ്കിൽസ് ബിൽഡ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ ഓഫീസ് ജോലി അല്ലാതെ എന്നെക്കൊണ്ട് വേറെ എന്തൊക്കെ കഴിയും എന്ന് ഞാൻ സ്വയം പഠിച്ചു തുടങ്ങി. പല കാര്യങ്ങളും എനിക്ക് സ്യൂട്ടബിൾ ആണോ എന്ന് ഞാൻ എക്സ്പെരിമെൻറ്റ്സ് നടത്താൻ തുടങ്ങി. എനിക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ തുടങ്ങി. മോണിറ്റൈസ് ആയിട്ടുള്ള 2 യൂട്യൂബ് ചാനൽസ് ഉണ്ട് ഇപ്പോൾ എനിക്ക്. ട്രേഡിംഗ് പഠിച്ചു, ബിസിനസ് ഐഡിയാസ് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ എൻ്റെ ജോബ് ടൈറ്റിലിനേക്കാൾ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട്. ഒരു പക്ഷേ നാളെ എൻ്റെ ജോലി പോയാലും എനിക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള പല വഴികളുമുണ്ട്. നിങ്ങൾക്കും ഇത് ചെയ്യാൻ കഴിയും. കരിയറിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യം ഉണ്ടായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാൾ അങ്ങനെയൊന്നും വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. സോ ഈ വീഡിയോയിൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ് ചെയ്യുന്ന 7 കാര്യങ്ങൾ ഞാൻ പറയാം. ഈ 7 ഹാബിറ്റ്സ് കുറച്ച് ലേറ്റായിട്ടാണെങ്കിൽ പോലും ഞാൻ എൻ്റെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഫിനാൻഷ്യലി സ്റ്റേബിളായിട്ട് ഇപ്പോൾ എൻ്റെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാക്കിയ ആ ആദ്യത്തെ കാര്യത്തിൽ നിന്ന് തുടങ്ങും. ഹാബിറ്റ് 1. ഒരു ദിവസം ജോലി പോയാൽ ഞാൻ എന്ത് ചെയ്യുമെന്നുള്ള പേടി നിങ്ങളിൽ പലർക്കും ഇപ്പോഴാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എനിക്കൊരു 7 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്നു. ഞാനത് അന്ന് തന്നെ സോൾവ് ചെയ്യാനും തുടങ്ങി. എനിക്ക് എന്തറിയാമെന്നും എൻ്റെ ഇഷ്ടങ്ങൾ എന്താണെന്നൊക്കെ ഞാൻ പഠിക്കാൻ തുടങ്ങിയത് അപ്പോൾ തൊട്ടാണ്. സോ ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ ട്രൈ ചെയ്തു. അത് ആക്ടിങ്, ഫാമിംഗ്, ട്രേഡിംഗ്, ഇൻവെസ്റ്റിംഗ്, ടീച്ചിങ്, അങ്ങനെ പലതും. അന്ന് ഞാൻ അങ്ങനെ ട്രൈ ചെയ്തത് കാരണം ഇപ്പോൾ എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ മോണിറ്റൈസ് ആയിട്ടുള്ള 2 യൂട്യൂബ് ചാനൽസ് ഉണ്ട്. ഞാൻ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യുന്നുണ്ട്, ട്രേഡ് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ടെക്കിനെയും പണത്തിനെയും ഇൻവെസ്റ്റിങ്ങിനെയും കുറിച്ചിട്ട് ആൾക്കാരെ പഠിപ്പിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. 6 വർഷങ്ങൾക്ക് മുമ്പോ ഇതിൽ ഒരു സ്കില്ലും എനിക്കുണ്ടായിരുന്നില്ല. ആരും നിങ്ങളോട് പറയാത്ത ഒരു കാര്യം ഇതാണ്. ആദ്യത്തെ ആക്ഷൻ്റെ ക്വാളിറ്റിയേക്കാൾ പ്രധാനം അത് നിങ്ങൾ എത്ര പെട്ടെന്ന് ചെയ്യുന്നു എന്നല്ലാണ്. എല്ലാം റെഡിയാവുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തില്ല. എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നുന്നതിന് മുന്നേ ഞാൻ ചെയ്യാൻ തുടങ്ങി. പണം ഒരിക്കലും പ്രിപ്പറേഷനല്ല റിവാർഡ് ചെയ്യുന്നത്. പണത്തിന് സ്പീഡാണ് ഇഷ്ടം. പുറത്തു നിന്നുള്ള ഒരു ഇൻകം നിങ്ങൾക്ക് നിങ്ങളുടെ പോക്കറ്റിൽ ക്യാഷ് വെച്ചിരിക്കുക മാത്രമല്ല ചെയ്യുന്നത്. നിങ്ങളുടെ ഓഫീസ് ബിൽഡിങ്ങിന് പുറത്തും നിങ്ങളുടെ സ്കിൽസിന് വിലയുണ്ടെന്ന് അത് തെളിയിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടായാൽ നിങ്ങളെങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യുന്നു, ലേഔസ് പോലെയുള്ള മോശം വാർത്തകളെ നിങ്ങൾ എങ്ങനെ നേരിടുന്നു, എന്തിന് നിങ്ങളെങ്ങനെ സമാധാനമായിട്ട് ഉറങ്ങുന്നു എന്നതിനെ പോലും മാറ്റും. പക്ഷേ ആ എക്സ്റ്റേണൽ ഇൻകം വളരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾ ശരിയായിട്ടുള്ള സ്കിൽസ് പഠിക്കേണ്ടതുണ്ട്. അതാണ് ഹാബിറ്റ് 2. ഞാനൊരു ടെസ്റ്ററായിട്ട് തുടങ്ങുന്ന സമയത്ത് പഠിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരുന്ന ഒരൊറ്റ കാര്യമായിരുന്നു പ്രോജക്റ്റിൽ ഉപയോഗിക്കുന്ന ടൂൾസ് പഠിക്കുക. TL അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് മാനേജറിൻ്റെ കയ്യിൽ നിന്ന് നല്ല ഫീഡ്ബാക്ക് വാങ്ങി അടുത്ത സ്പ്രിൻറ്റിലേക്ക് മാറുക, കുറച്ച് നല്ല അപ്രൈസലൊക്കെ വാങ്ങുക. അത് കുറച്ച് കാലം നന്നായിട്ട് നടന്നു. മാനേജർ ഹാപ്പി ആയിരുന്നു. പക്ഷേ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ 1-2 കമ്പനീസ് മാത്രം ഉപയോഗിക്കുന്ന ടൂളുകളിൽ ഞാൻ നല്ല എക്സ്പെർട്ടായി മാറിയിരുന്നു. ആ ഇക്കോസിസ്റ്റത്തിന് പുറത്ത് എൻ്റെ സ്കിൽസിന് യാതൊരു വിലയുണ്ടായിരുന്നില്ല. സർവീസ് കമ്പനികളെ കുറിച്ചിട്ട് ആരും പറയാത്ത ഒരു രഹസ്യമാണ്. ഒരു ക്ലയൻറ്റ് പ്രത്യേകം ആവശ്യപ്പെടുന്നതുവരെ ഒരു സർവീസ് കമ്പനി നിങ്ങൾക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ടെക്നോളജി പഠിക്കാനൊന്നും തരില്ല. അതിനായിട്ട് വർഷങ്ങളോളം കാത്തിരുന്ന കൊളീഗ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലർ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. പക്ഷേ എൻ്റെ കാര്യം ഞാൻ വേണമെന്ന് കരുതി പഠിച്ചു തുടങ്ങിയാണ് ഇതെല്ലാം. എനിക്കിപ്പോഴും എൻ്റെ കമ്പനി ഒരു ട്രെൻഡിങ് ടോപ്പിക്കിലൊന്നുമല്ല വർക്ക് ചെയ്യാനുള്ള ചാൻസ് തരുന്നത്. എൻ്റെ സ്വന്തം പേഴ്സണൽ ടൈം എടുത്തിട്ടാണ് ഞാൻ ഓട്ടോമേഷനും AI ഡെവലപ്മെൻറ്റും ഒക്കെ പഠിച്ചത്. അതൊരിക്കലും എൻ്റെ മാനേജർ ആവശ്യപ്പെട്ടിട്ടല്ല. എനിക്ക് പഠിക്കണമെന്നുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പഠിച്ചു. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഫിനാൻഷ്യലി കാമായിട്ടുള്ള എഞ്ചിനീയേഴ്സും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഓഫീസിൽ ആരും ആവശ്യപ്പെടാത്ത സ്കിൽസ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. സ്പ്രിൻറ്റിന് വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ അപ്രൈസിന് വേണ്ടിയിട്ടല്ല, മാർക്കറ്റിന് വേണ്ടിയിട്ട്. സിമ്പിളായി പറഞ്ഞാൽ നിങ്ങളുടെ സ്കിൽസിന് മാർക്കറ്റിൽ ഒരു വിലയുണ്ട് എങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒരു മാനേജറുടെ അഭിപ്രായത്തെ മാത്രം ആശ്രയിച്ചിരിക്കില്ല. സോ ഒരു പ്രോ ടിപ്പ് തരാം. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ലിങ്ക്ഡ്ഇൻ ജോബ് സെർച്ചിൽ നിങ്ങളുടെ റോൾ സെർച്ച് ചെയ്യുക. അതിലെ ടോപ്പ് 5 പോസ്റ്റുകൾ എടുക്കുക. അതിൽ ചോദിച്ചിട്ടുള്ള എന്നാൽ നിങ്ങൾക്കില്ലാത്ത സ്കിൽസ് എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കുക. അതാണ് നിങ്ങളുടെ ഈ വീക്കെൻഡ് പ്രോജക്റ്റ്. ശരിയായ സ്കിൽസ് പഠിക്കുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. അതിൽ നിന്നുള്ള റിട്ടേൺസ് വരുന്നതിന് മുന്നേ അത് ചിലവാക്കാതിരിക്കുക ഓടി വേണം. അതാണ് ഹാബിറ്റ് നമ്പർ 3. എൻ്റെ ആദ്യത്തെ വലിയ ഹൈക്ക് കിട്ടിയ സമയത്തെ എനിക്ക് കിട്ടിയ ഒരു വലിയൊരു ഹൈക്ക്, അത് കിട്ടിയ ആ സമയത്തുള്ള ഫീൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ നമ്പേഴ്സ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നമ്മളിൽ മിക്കവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് ഞാനൊന്ന് ചെയ്തത്. പുതിയ ഫോൺ, കുറച്ചുകൂടി നല്ല റൂമിലേക്ക് മാറി, ആഴ്ചയിൽ കൂടുതൽ തവണ ഔട്ട്സൈഡ് ഫുഡ് അല്ലെങ്കിൽ ഫുഡ് ഡെലിവറി. ഈ ഡിസിഷൻസൊക്കെ ന്യായമാണെന്ന് അന്ന് എനിക്ക് തോന്നി. ആ വർഷത്തിൻ്റെ അവസാനം ഞാൻ എൻ്റെ സേവിങ്സ് എടുത്ത് നോക്കി. എൻ്റെ CTC കൂടിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ സേവിങ്സിൽ വലിയൊരു മാറ്റമില്ല. ആ ഹൈക്ക് മുഴുവൻ എങ്ങോട്ടോ പോയി. അതൊരിക്കലും എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്കോ അല്ലെങ്കിൽ എൻ്റെ സേവിങ്സിലേക്കോ അല്ല, അതെൻ്റെ ലൈഫ് സ്റ്റൈലിലേക്കാണ് പോയത്. പിന്നെ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചപ്പോഴാണ് എനിക്ക് വേറൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു കാര്യം മനസ്സിലായത്. ഓഫീസിനുള്ളിൽ ഏറ്റവും കൂടുതൽ അപ്ഗ്രേഡഡായിട്ട് നടക്കുന്ന എഞ്ചിനീയേഴ്സ് ആയിരുന്നില്ല എപ്പോഴും ഫിനാൻഷ്യലി സെക്യൂർ ആയിരുന്നവർ. എനിക്കറിയാവുന്ന വളരെ സ്റ്റേബിളായിട്ടുള്ള ഒരാൾ 3 വർഷമായിട്ട് ഒരേ ബാക്ക് പാക്കാണ് ഉപയോഗിച്ചിരുന്നത്. ഞാനൊക്കെ ആദ്യം കരുതിയിരുന്നത് പുള്ളിക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ലെന്നാണ്.
പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അയാൾ സൈലൻ്റായിട്ട് തൻ്റെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് പോവുകയായിരുന്നു എന്നുള്ളത്. ഇതിൽ ഞാൻ ശരിക്കും എടുത്തൊരു തീരുമാനം പറയും. എനിക്കൊരു ഫോർഡ് SUV ഉണ്ടായിരുന്നു. ഞാനത് വിറ്റു. അത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഒരു EV വാങ്ങി. കൂടുതൽ പൈസയൊന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ എൻ്റെ മാസത്തിൻ്റെ ചിലവ് കുറഞ്ഞു. പെട്രോൾ എനിക്ക് അടിക്കേണ്ടി വന്നില്ല, ഡീസൽ ചിലവിനെ പറ്റിയിട്ട് എനിക്ക് ഓർക്കേണ്ടി വന്നില്ല. വീട്ടിൽ ആൾറെഡി സോളാർ ഉണ്ടായിരുന്നു. അതുപോലെ അവസാനമായിട്ട് ഞാനൊരു ടീഷർട്ട് എപ്പോഴാണ് വാങ്ങിയെന്ന് എനിക്ക് സത്യം പറഞ്ഞൊരു ഓർമ്മയില്ല. ചിലപ്പോൾ 1 വർഷം മുമ്പായിരിക്കാം. കഴിഞ്ഞ അപ്രൈസ് സൈക്കിളിൽ എൻ്റെ CTC 10% കൂടി. പക്ഷേ അതൊരിക്കലും എൻ്റെ വാർഡ്രോബ് അറിഞ്ഞിട്ടുകൂടിയില്ല. കിട്ടുന്ന എല്ലാ ഹൈക്കിനും ഞാനൊരു 90 ഡേയ്സിൻ്റെ വെയിറ്റിംഗ് പീരീഡ് കൊടുക്കും. ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചിലവ് കൂടുന്നതിന് മുമ്പ് ഒരു 3 മാസം കാത്തിരിക്കും. മിക്കവാറും ആ സമയത്തിനുള്ളിൽ എന്തെങ്കിലും വാങ്ങാനുള്ള ആ ആഗ്രഹം അതങ്ങ് മാറിക്കിട്ടും. പകരം ആ പണം കോമ്പൗണ്ട് ചെയ്യാൻ തുടങ്ങും. ഈ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ആഗ്രഹം എപ്പോഴും നമുക്ക് ശരിക്കും ആവശ്യമുള്ളതുകൊണ്ടൊന്നും ആയിരിക്കില്ല. പലപ്പോഴും അതൊരു ഇമോഷണൽ ട്രിഗറിൽ നിന്നായിരിക്കും വരുന്നത്. ആ ട്രിഗറിന് മിക്കവാറും ഒരു 0% EMI ഓപ്ഷൻ കൂടി ഉണ്ടാകും. അതാണ് ഹാബിറ്റ് നമ്പർ 4. എല്ലാ അപ്രൈസൽ സീസണിന് ശേഷവും ഈ ഒരു കാര്യം നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, എനിക്ക് ചുറ്റുമുള്ളവരിലും. പുതിയ ഫോൺ, ബൈക്ക് അപ്ഗ്രേഡ്, ഫർണിച്ചർ, ക്രെഡിറ്റ് കാർഡിലൊരു ട്രിപ്പ്, ഓരോന്നിനും ഓരോ മാസം ഒരു 3000 അല്ലെങ്കിൽ 4000 രൂപയുടെ ചിലവേ തോന്നിയിരുന്നുള്ളൂ. അതൊന്നും ഒരു വലിയ പ്രശ്നമല്ല എന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാവും. കാര്യം ഇതാണ്, EMIs എന്നതൊരു പേയ്മെൻറ്റ് ടൂളല്ല, അതൊരു ഇമോഷണൽ മാനിപ്പുലേഷൻ ടൂളാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു കാര്യം അത് ശരിക്കും നിങ്ങൾക്ക് വാങ്ങാൻ കൊള്ളാമോ അല്ലെങ്കിൽ നിങ്ങൾക്കത് ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നതിന് മുന്നേ തന്നെ അത് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് നിങ്ങളെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ. അതാണ് EMI. ഒരൊറ്റ ചോദ്യം, ഓരോ EMI എടുത്ത് എന്തെങ്കിലും വാങ്ങണമോ എന്ന തോന്നലിന് മുന്നേ തന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറയാം. എനിക്ക് ശരിക്കും ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാനിത് വാങ്ങാൻ പോകുന്നത് എന്ന് ഞാൻ സ്വയം ആലോചിക്കും. അത് ഒരു 2 ആഴ്ച എടുത്ത് വെയിറ്റ് ചെയ്തിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത്. 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷവും എനിക്കിത് വേണമെന്ന് തോന്നിയാൽ ഞാനിത് വാങ്ങും. അതുവഴി ചിലപ്പോൾ അൺനെസസറി ആയിട്ടുള്ള പർച്ചേസസൊക്കെ മാറി നിൽക്കും. ഹാബിറ്റ് നമ്പർ 1 മുതൽ 4 വരെ നമ്മളെങ്ങനെ ബിൽഡ് ചെയ്യാം, അതെങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചായിരുന്നു പഠിച്ചത്. ഇനിയുള്ള ഹാബിറ്റ്സ് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നതിനെ കുറിച്ചിട്ടാണ്. അതാണ് ഹാബിറ്റ് നമ്പർ 5. 20 lakhs per annum ഉള്ള എഞ്ചിനീയേഴ്സ് പോലും ബെഞ്ചിലായിട്ട് ഒരു 6 ആഴ്ച കഴിയുമ്പോഴേക്കും വലിയ ഫിനാൻഷ്യൽ സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് അവരുടെ സ്കില്ലിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല, EMI സ്ട്രെസ്സിലാണ്. പ്രോപ്പറായിട്ട് സാലറി വരുന്നില്ല എന്നുണ്ടെങ്കിൽ EMI മുടങ്ങും എന്നവർക്ക് നന്നായിട്ട് അറിയാം. അവർ ഈ ഒരു കോമൺ ആയിട്ടുള്ള ഇന്ത്യൻ മിസ്റ്റേക്സ് ആണ് ചെയ്യുന്നത്. അവർക്ക് വലിയ CTC ആയി, സോ വലിയ EMIs എടുക്കാം, വലിയ ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ് നടത്താം എന്നുള്ളൊരു തോന്നൽ. കുറേ കാലം ഞാനും അതേ അവസ്ഥയിലായിരുന്നു. ശമ്പളം കൂടി, പക്ഷേ എൻ്റെ ഫിനാൻഷ്യൽ ബഫർ അതനുസരിച്ചിട്ട് കൂടിയിട്ടില്ല. കാര്യം വരുമാനം കൂടിയപ്പോഴൊക്കെ ചിലവുകളും അതിനനുസരിച്ചിട്ട് കൂടിയിരുന്നിരുന്നു. ഒരു മാസം ഞാൻ എൻ്റെ യഥാർത്ഥ റൺവേ കണക്കൂട്ടി നോക്കി. അതായത് പ്രോപ്പറായിട്ടുള്ളൊരു സാലറി ഇല്ലാതെ എനിക്ക് എത്ര മാസം തള്ളി നീക്കാൻ കഴിയുന്നു. അത് 2 മാസത്തിൽ താഴെയായിരുന്നു. ആ ഒരൊറ്റ കണക്കാണ് എൻ്റെ ചിന്തകളെ മുഴുവൻ മാറ്റിമറിച്ചത്. സോ ആരും പറയാത്ത ആ ഒരു കാര്യം പറയാം. ഒരു ഫിനാൻഷ്യൽ ബഫർ അല്ലെങ്കിൽ ഒരു എമർജൻസി ഫണ്ട് നിങ്ങളെ ലേ ഓഫിൽ നിന്ന് സംരക്ഷിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അത് നിങ്ങളുടെ കരിയറിനെ തന്നെ മൊത്തത്തിൽ മാറ്റും. 3 മാസത്തെ ചിലവിനുള്ള പണം സേവിങ്സിലുണ്ടെങ്കിൽ നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യുന്നത് വേറെ രീതിയിലായിരിക്കും. ഒരു മോശം മാനേജറെ നിങ്ങൾ ഡീൽ ചെയ്യുന്ന രീതി അത് മാറും. നിങ്ങൾ കരിയർ ഡിസിഷൻസ് എടുക്കുന്നത് നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ടായിരിക്കും, അല്ലാതെ നിങ്ങളുടെ ഗതികേട് ഉണ്ടായിരിക്കില്ല. സോ നിങ്ങളുടെ യഥാർത്ഥ ചിലവുകളുടെ 3 മാസത്തെ തുക ഒരു ലിക്വിഡ് ഫണ്ടിൽ തൊടാതെ മാറ്റിവെക്കണം. എപ്പോഴെങ്കിലും അതിൽ നിന്ന് പണം എടുക്കേണ്ടി വന്നാൽ അത് തിരികെ റീഫിൽ ചെയ്യുക എന്നതായിരിക്കണം നിങ്ങളുടെ ആദ്യത്തെ പരിഗണന. അടുത്ത 2 ഹാബിറ്റ്സ് മിക്ക എഞ്ചിനീയേഴ്സിനും ചെയ്യണമെന്ന് അറിയാവുന്ന കാര്യങ്ങളാണ്, എന്നാൽ അവരൊക്കെ സൈലൻ്റായിട്ട് ഒഴിവാക്കുന്നുണ്ട്. അതാണ് ഹാബിറ്റ് നമ്പർ 6. 35 വയസ്സിൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ് സാധാരണയായി അവരുടെ 27, 28, 29 വയസ്സുകളിൽ ചില ബുദ്ധിമുട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കും. വലിയ ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഡിസിഷൻസ് ഒന്നുമല്ല, വർഷത്തിലൊരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഡിസിഷൻ, വളരെ പ്ലാൻ ചെയ്ത് എടുത്തത്. ആരും അവരോട് പഠിക്കാൻ പറയാത്ത സ്കിൽ പഠിച്ചത്. വെറും ഒരു ഹൈക്കിന് വേണ്ടി മാത്രമല്ല, നല്ലൊരു റോളിന് വേണ്ടിയിട്ട് അവർ ചെയ്ത സ്വിച്ച്. റെസ്റ്റ് എടുക്കുന്നതിന് പകരം സ്വന്തമായിട്ട് എന്തെങ്കിലും ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചിലവാക്കിയ വീക്കെൻഡ്സ്. എല്ലാ റിച്ചായിട്ടുള്ള എഞ്ചിനീയേഴ്സും വർഷത്തിലൊരിക്കൽ സ്വയം ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്യേണ്ടുന്ന ഒരു കാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 വർഷത്തിന് ശേഷം ഞാൻ റിഗ്രറ്റ് ചെയ്യുമോ എന്ന്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ചോദ്യം സ്വയം ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ വരുന്ന ആൻസർ തന്നെയാണ് ശരിക്കുള്ള ആൻസർ. നെക്സ്റ്റ് ഹാബിറ്റ് നമ്പർ 7. വർഷങ്ങളോളം ഞാൻ കരുതിയിരുന്നത് നെറ്റ്വർക്കിംഗ് ചെയ്യുന്നത് കൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്. എക്സ്ട്രോവേർട്ടറായിട്ടുള്ള ആൾക്കാർ, അവർക്ക് പെർഫോം ചെയ്യാൻ മിടുക്കുള്ള ആൾക്കാരില്ലേ, അവരൊക്കെ ആണ് നെറ്റ്വർക്ക് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതൊരു നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഫേക്ക് പരിപാടിയായിട്ടായിരുന്നു എനിക്ക് തോന്നിയിരുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ സർക്കിളിൽ തന്നെ നിന്നു, നന്നായിട്ട് ജോലി ചെയ്തു. ചെയ്യുന്ന ജോലി അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് തരുമെന്ന് എന്നെ തന്നെ ഞാൻ വിശ്വസിപ്പിച്ചു. അപ്പോഴാണ് വലിയ സ്കില്ലൊന്നുമില്ലാത്ത എന്നാൽ നല്ല കണക്ഷൻസ് ഉള്ള എംപ്ലോയീസ്, അവർക്ക് കുറേയേറെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത് ഞാൻ കണ്ടത്. സൈലൻ്റായിട്ട് നെറ്റ്വർക്ക് ചെയ്യുന്ന എഞ്ചിനീയേഴ്സ് ലിങ്ക്ഡിൻ കണക്ഷൻസ് കളക്ട് ചെയ്ത് വയ്ക്കുകയല്ല ചെയ്യുന്നത്. അവർക്ക് ശരിക്കും അടുപ്പമുള്ള ഒരു 8-10 പേരുമായിട്ട് അവരെപ്പോഴും കോൺടാക്റ്റിലുണ്ടായിരിക്കും. അത് മേ ബി എക്സ് കൊളീഗ്സ് ആകാം, ബാച്ച്മേറ്റ്സ് ആകാം, അല്ലെങ്കിൽ അവർ ബഹുമാനിക്കുന്ന, അവർ ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാവാം. അത് പ്രത്യേകിച്ച് എന്തിനെങ്കിലും വേണ്ടിയില്ല, വെറുതെ ഒന്ന് കണക്റ്റഡ് ആയിട്ടിരിക്കാൻ, ഇടയ്ക്കൊക്കെ പരസ്പരം ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 5 വർഷം കഴിയുമ്പോൾ ആ 10 ബന്ധങ്ങളായിരിക്കും അടുത്ത അവസരം നിങ്ങൾക്ക് ഒരു ഭാഗ്യം പോലെ കൊണ്ടുവരുന്ന ആ ഇൻവിസിബിൾ നെറ്റ്വർക്ക്.
അതൊരിക്കലും ഭാഗ്യമല്ല. സോ ഒരു പ്രോ ടിപ്പ് തരാം. ഇപ്പോൾ തന്നെ ലിങ്ക്ഡിൻ അല്ലെങ്കിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ഒരു വർഷമായിട്ട് നിങ്ങൾ സംസാരിക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് നാളായിട്ട് സംസാരിക്കണമെന്ന് കരുതുന്ന ഒരാളെ കണ്ടുപിടിക്കുക. അവർക്ക് മെസ്സേജ് ചെയ്യുക. ഇന്ന് തന്നെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു റിയൽ കണക്ഷൻസ് ഇല്ലേ, അത് കാലക്രമേണ കോമ്പൗണ്ട് ചെയ്യും. അത് പണം കോമ്പൗണ്ട് ചെയ്യുന്ന അതുപോലെ തന്നെ ഈ ലിസ്റ്റിലെ എല്ലാ കാര്യങ്ങൾക്കും കോമൺ ആയിട്ടൊരു പ്രത്യേകത ഉണ്ട്. ഇതൊക്കെയുള്ള എഞ്ചിനീയേഴ്സ് അവർ റെഡിയാവുന്നവരെ വെയിറ്റ് ചെയ്തിട്ടില്ല. കമ്പനി ആവശ്യപ്പെടുന്നതിന് മുന്നേ തന്നെ അവർ സ്കിൽസ് പഠിച്ചു. കിട്ടിയ ഹൈക്ക് ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകുന്നതിന് മുന്നേ തന്നെ അവർ ഇൻവെസ്റ്റ് ചെയ്തു. ആവശ്യം വരുന്നതിന് മുന്നേ തന്നെ അവർ പ്രൊഫൈൽ ബിൽഡ് ചെയ്തു. നോ പറയുന്നത് കംഫർട്ടബിൾ ആവുന്നതിന് മുന്നേ തന്നെ അവർ നോ പറഞ്ഞു തുടങ്ങി. പണത്തിന് സ്പീഡാണ് ഇഷ്ടം. വേഗത്തിൽ ചെയ്യുന്നവർക്ക് ഭാഗ്യം ലഭിക്കുന്നതുകൊണ്ടൊന്നുമില്ല. നമ്മൾ ആദ്യം എടുക്കുന്ന ആക്ഷൻസ് ഉണ്ടാക്കുന്ന ആ ഒരു മൊമെൻറ്റം അത് എത്ര കാത്തിരുന്നാലും കിട്ടില്ല എന്നുകൊണ്ടാണ്. സോ ഒരു 6 വർഷം മുന്നേ കമ്പനിക്ക് പുറത്ത് എനിക്കൊന്നുമില്ലായിരുന്നു. എനിക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല, എൻ്റെ ഐഡൻറ്റിറ്റി മുഴുവൻ ഒരൊറ്റ ജോലിയുടെ ഡിസ്ക്രിപ്ഷനിലേക്ക് ഞാൻ ഒതുക്കിയതുകൊണ്ടാണ്. അത് നിർത്തിയ ആ ദിവസം മുതൽ പതുക്കെ ഓരോ മാറ്റങ്ങളായിട്ട് വന്നു തുടങ്ങി. ഇപ്പോൾ എല്ലാം മാറി മറിഞ്ഞു. സോ ഒരിക്കലും നിങ്ങളുടെ ശമ്പളം ഒരു പ്രശ്നമേ അല്ല, നിങ്ങളുടെ സ്പീഡാണ് പ്രശ്നം. അത് മനസ്സിലാക്കുക. ഒരൊറ്റ ആക്ഷൻ ഈ ആഴ്ച ഈ 7 കാര്യങ്ങളിലൂടെ ഒന്നുകൂടി കണ്ണോടിക്കുക. അതിൽ നിങ്ങൾക്ക് ഒഴിവാക്കിയതിൽ ഏറ്റവും കുറ്റബോധം തോന്നുന്ന ഒരൊറ്റ കാര്യം എടുക്കുക. ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, എന്ത് ചെയ്യണമെന്ന് നിങ്ങളിപ്പോഴേ ഉത്തരം അറിയാമെന്നുള്ള ആ ഒരൊറ്റ കാര്യം. എന്നിട്ട് ഈ വീക്കെൻഡിന് മുന്നേ അതിലൊരു തീരുമാനം എടുക്കുക. ഒരു സൈനപ്പ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് നിങ്ങൾ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ തീരുമാനം. നിങ്ങളുടെ ആദ്യത്തെ മൂവ് അതൊരിക്കലും പെർഫെക്റ്റ് ആവണമെന്നില്ല, പക്ഷേ നിങ്ങൾ മൂവ് എടുത്തിരിക്കണം. സോ ഒരു ക്വിക്ക് റീക്യാപ്പ്. 1, നിങ്ങളുടെ ശമ്പളമല്ല പ്രശ്നം, നിങ്ങളുടെ ശീലങ്ങളാണ്. 2, സൈലൻ്റായിട്ട് ഫിനാൻഷ്യൽ ഫ്രീഡം നേടിയ എഞ്ചിനീയേഴ്സ് വലിയ ബുദ്ധിമാന്മാരൊന്നുമില്ല. അവർ ആദ്യം ആക്ഷൻ എടുത്തു, അത്രമാത്രം. 3, പെർഫെക്റ്റ് ആക്ഷനേക്കാളും പ്രധാനം ആദ്യത്തെ ആക്ഷനാണ്. ആ ആക്ഷൻ ഈ ആഴ്ച തന്നെ തുടരുക. സോ ഓരോ IT റോളിനും അനുയോജ്യമായിട്ടുള്ള എക്സ്ട്രാ ഇൻകം വഴികളെക്കുറിച്ചിട്ട് ഞാൻ ഒരു ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ടെസ്റ്റർ, ഡെവലപ്പർ, ഡെവോപ്സ്, AML ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് താഴെ. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.